എന്താ മനീഷ് മഹിബാൽ അധികം വേണ്ട. ഇത് കൊള്ളാലോ കളി. ചോദ്യം ചോദിക്കുന്ന റിപ്പോർട്ടറെ ഭാര്യ വിരട്ടുകയാണ്. മനീഷ് മഹിബാൽ അധികം വേണ്ട. അധികം വേണ്ട കേട്ടോ. ഇപ്പൊ ശരിയായി. അതാ അവിടുന്ന് ടീച്ചർ എന്തോ പറഞ്ഞല്ലോ. എന്താ ടീച്ചറെ? അതാണ് റിപ്പോർട്ടറെ വിളിക്കേണ്ട തെറി ടീച്ചർ പറഞ്ഞു കൊടുക്കാണ്. ജിയുടെ ഭാര്യക്ക് മുന്നിൽ വന്ന് പറഞ്ഞുകൂടെയെന്ന്. പിന്നെ എന്റെ വീടാണത്. തനിക്ക് വേണേ പോവാം. പിന്നിൽ നിന്ന് ഇഷ്ടമില്ലാത്ത ചോദ്യം ചോദിച്ചപ്പോ തേർഡ് റേറ്റ് എന്ന് വിളിക്കാൻ ജിക്ക് പറഞ്ഞു തന്നില്ലേ? തേർഡ് റേറ്റ് ആണ്. നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 തരം ധാർഷ്ട്യം വർക്കായി എന്നാണ് 102 സീറ്റോടെ UDF അധികാരത്തിലെത്തിയ സാഹചര്യത്തിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ വിലയിരുത്തുന്നത്. ഒന്ന്, ജനവിരുദ്ധമായ ധാർഷ്ട്യം. ഉദാഹരണത്തിന് പിണറായിയുടെ ധാർഷ്ട്യം, അത് ജനം പരാജയപ്പെടുത്തി. രണ്ടാമത്തേത് ജനകീയമായ ധാർഷ്ട്യം. ഉദാഹരണത്തിന് G സുധാകരൻ്റേത്, അത് ജനം വിജയിപ്പിച്ചതാണത്രേ. ജനം വിജയിപ്പിച്ചതോടെ ആ മാതിരി ധാർഷ്ട്യത്തിൻ്റെ സാധ്യത തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ G തിരിച്ചറിഞ്ഞിരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വിജയിച്ചതോടെ അതിൻ്റെ വ്യത്യസ്ത ആംഗിളുകൾ തപ്പി അത് പ്രായോഗികമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇഷ്ടമില്ലാത്ത ചോദ്യം ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരോടാണ് മൂപ്പരുടെ ജനകീയ ധാർഷ്ട്യത്തിൻ്റെ ന്യൂജൻ പ്രയോഗം. അനിഷ്ടകരമായ ചോദ്യം വീണ്ടും വീണ്ടും ചോദിച്ച ഒന്നാം നിര ചാനൽ റിപ്പോർട്ടർമാരെ പ്രചരണകാലത്ത് സ്ഥലം മാറ്റത്തിന് വരെ വിധേയമാക്കപ്പെട്ടു എന്ന പ്രചരണം നാട്ടിലുണ്ട്. അതുകൊണ്ട് അനാവശ്യമായ കാര്യങ്ങൾ, ചോദ്യങ്ങൾ ആരും ജിയോട് ചോദിക്കണ്ട. ചോദിച്ചാൽ അനാവശ്യമായ കാര്യങ്ങൾ എന്നോട് ചോദിക്കണ്ട. ചോദിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചവരായി പോയില്ലേ? ചോദിച്ചാൽ പറ്റുമല്ലേ? ആവശ്യമില്ലാത്ത ചോദ്യം ചോദിക്കണ്ടെന്നാണ് മൂപ്പര് പറയുന്നത്. അല്ല, ഇതല്ല ഈ സാധനം ഉള്ളതുകൊണ്ട് അധികം പണയണ്ട. ആരും അതുകൊണ്ട് ജിക്ക് ഇഷ്ടമില്ലാത്ത ചോദ്യം ചോദിക്കരുത്. നിങ്ങൾ ആവശ്യമില്ലാതെ നിങ്ങൾ എന്തിനാ ചോദിക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. അത് നിങ്ങളെ കൈ വെച്ചാൽ മതി. കയ്യിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞാൽ എന്താപ്പാ? നിങ്ങൾ അനാവശ്യമായ കാര്യങ്ങൾ എന്നോട് ചോദിക്കണ്ട. ഈ പറഞ്ഞ കാര്യങ്ങളോട് ചോദിക്കും. നിങ്ങൾക്ക് ഇപ്പൊ ഇത് പറയണം. അവരൊന്നും വല്ല അച്ചാരം വാങ്ങിയിട്ടുണ്ടോ? പറയണ്ടെന്ന് പറഞ്ഞ ശേഷം പിന്നെ അത് പറയാണ്. കണ്ടില്ലേ, നിങ്ങളെന്തോ അച്ചാരം വാങ്ങിയിട്ടുണ്ട്. ശരി, അച്ചാരം വാങ്ങിയാലേ ചിലരൊക്കെ ചോദ്യം ചോദിക്കൂ എന്ന് ജി വിചാരിച്ചിരിക്കുന്നുണ്ട്. കൈ വെച്ചാൽ മതി. ഇതൊക്കെ കൈ വെച്ചാൽ മതി. അത് പിന്നെ അങ്ങനെയല്ലേ ജി? ചാനലുകാരൊക്കെ മൈക്ക് കയ്യിലല്ലാതെ പിന്നെ തലയിൽ കൊണ്ട് നടക്കാൻ പറ്റുമോ? ധാർഷ്ട്യമാണെങ്കിൽ തലയിൽ കൊണ്ടുവെക്കാന്ന് വെച്ചേക്കാം. ചാനൽ മൈക്ക് കയ്യിലല്ലേ വെക്കാൻ പറ്റൂ? അല്ല, ഇതല്ല ഈ സാധനം ഉള്ളതുകൊണ്ട് അധികം പണയണ്ട. വെളച്ചിലങ്ങ് കൈവിട്ടു പോകുന്നു എന്ന് തൊട്ട് പിന്നിലുള്ള ജിയുടെ ഭാര്യയ്ക്ക് മനസ്സിലായി. അങ്ങനെ പിന്നിൽ നിന്ന് വലിക്കാൻ തുടങ്ങി. അതുകൊണ്ടല്ലേ ജി ചൂടാവുന്നത്. അത് തടഞ്ഞാൽ ഭാര്യയ്ക്കും കിട്ടും. അത് ചോദിക്കണ്ടെന്ന് പറഞ്ഞതിന് ശേഷം പിന്നെയും ചോദിച്ചതിനാ ആവശ്യമില്ലാത്ത കാര്യം എന്നോട് ചോദിക്കരുതെന്നാ പറഞ്ഞത്. എന്താ? അതെ, പറയുന്ന കേട്ടില്ലേ? ജി മറുപടി പറയണ്ടെന്ന്. മറുപടി പറയേണ്ടാത്ത കാര്യം വന്ന് ചോദിക്കുന്നത്. രാവിലെ ഇവിടെ വീട്ടിൽ മിണ്ടാ നിൽക്കുന്നേ, ചുമ്മാ നിൽക്കേ. ഇവരെ ആരാ പേടിക്കുന്നത്? ഇവരെ വീട്ടിൽ ഞാൻ പിടിച്ചിട്ട് വന്നാണോ? അല്ലല്ലോ. വന്നിട്ട് അനാവശ്യങ്ങൾ ചോദിക്കുക. എന്ത് പരിപാടിയാണ്? ജിയോട് അനാവശ്യ കാര്യങ്ങൾ ചോദിക്കേ? അത് സമ്മതിക്കാൻ പറ്റത്തില്ല. ഇനി ആരെങ്കിലും അനാവശ്യം ചോദിക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചോ, അത് ചോദിക്കണ്ട. അത് ചോദിക്കണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെയും ചോദിക്കുക. അതിന്റെ അർത്ഥം എന്താ? എന്താ അതിന്റെ അർത്ഥം? എന്താ? ആരാണോ ഡിസ്കസ് ചെയ്തിട്ട് വന്നിരിക്കുക? അതൊന്നും വേണ്ട കേട്ടോ. നമ്മൾ കാണാൻ കുറച്ച് അറിയത്തരം തോന്നുവാസം എന്നോട് ചോദിക്കരുത്. ഇനിയിപ്പോൾ ചോദിച്ചാൽ എന്താവും? ചോദിച്ചാൽ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ആളല്ല ഞാൻ. അപ്പൊ എങ്ങനത്തെ ചോദ്യ മൂപ്പരോട് ചോദിക്ക? ഒരു ചോദ്യവും ചോദിച്ചൂടെ ജി? പിന്നെ നിങ്ങൾക്ക് ചോദിച്ചാൽ പറ്റുമല്ലേ? പിന്നെയും ചോദിച്ചാൽ എന്ത് ചെയ്യും? ജി അങ്ങനെ നിരായുധനായപ്പോ ഭാര്യ കയറി ഇടപെട്ടു. മനീഷ് മഹിബാൽ അധികം വേണ്ട. എന്താ? മനീഷ് മഹിബാൽ അധികം വേണ്ട. അത് ശരി. ജിയുടെ വാർത്താ സമ്മേളനത്തിൽ ഭാര്യയുടെ ഇടപെടൽ ഈ മട്ടിലാണ്. ഇത് കൊള്ളാലോ കളി. ചോദ്യം ചോദിക്കുന്ന റിപ്പോർട്ടറെ ഭാര്യ വിരട്ടുകയാണ്. മനീഷ് മഹിബാൽ അധികം വേണ്ട കേട്ടോ. ഇപ്പൊ ശരിയായി. ഭാര്യ പറഞ്ഞു കൊടുത്തു, ജി എടുത്തടിച്ചു. അതുകൊണ്ട് ജിയോട് ചോദ്യം ചോദിക്കുന്നവർ സൂക്ഷിക്കുക. ജി ഒറ്റയ്ക്കല്ല, പിന്നിൽ ഭാര്യയുണ്ട്. എങ്ങനെ? ഓഹോ, ഭാര്യയുടെ സ്റ്റുഡൻ്റ് ആണ് ചോദ്യം ചോദിക്കുന്ന ആള്. അതുകൊണ്ട് ഒരിക്കലും ചോദ്യം ചോദിക്കാനേ പാടില്ല. ആരുടെ സ്റ്റുഡൻ്റ് ആയിരുന്നോ? നന്നായിട്ട് നീ പഠിപ്പിച്ചില്ലേ? അങ്ങനെ പറഞ്ഞൂടാ. ടീച്ചർ ശരിക്കും കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ജി സുധാകരൻ ഇങ്ങനെ ആൾക്കൂട്ടത്തിലൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? കേട്ടില്ലേ? ശരിക്കും ടീച്ചറായിരുന്നു, അതും കോളേജിൽ. ഞാൻ പറഞ്ഞത് ഞാൻ ഒരു വിവാദം ഉണ്ടാക്കാൻ ചോദ്യം ചോദിച്ചത്. ഞാനത് തൊട്ടില്ല. പിന്നെ അത് ചോദിക്കുകയാണ്. അപ്പോൾ ആ വിവാദം ഉണ്ടാക്കാനാണ്. അതും ഒരിക്കലും നമ്മൾ പരാമർശിക്കാൻ പാടില്ലാത്ത ഒരാളെ പറ്റി. അതുകൊണ്ട് ജിയുടെ അടുത്ത് വന്ന് ചോദ്യം ചോദിച്ചാൽ വിവരം അറിയും. നിങ്ങളുടെ ജോലി ഇതല്ല, അന്തസ്സായ പത്രപ്രവർത്തകനാണ്. ഇതൊന്നും അല്ല ജോലി. ഇതൊക്കെ വെറും
വെറും എന്തോ പറയുന്നത് ഷേ ജിക്ക് ഉത്തരം കിട്ടുന്നില്ലല്ലോ. ടീച്ചർ ഇവിടെ സഹായിക്കും. ടീച്ചർ ഇവിടെ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കും ടീച്ചറെ. അതാ അവിടുന്ന് ടീച്ചർ എന്തോ പറഞ്ഞല്ലോ. എന്താ ടീച്ചറെ? അതാണ് റിപ്പോർട്ടർ വിളിക്കേണ്ട തെറി ടീച്ചർ പറഞ്ഞു കൊടുക്കുകയാണ് ജിക്ക്. ടീച്ചർ പറഞ്ഞു കൊടുക്കും, ജി വിളിക്കും. വെറുതെ അല്ല, ജിയുടെ ധാർഷ്ട്യത്തിനൊരു ജനകീയത ഞാൻ അപ്ലൈ വിചാരിച്ചാണ്. എന്താണ് ഈ ധാർഷ്ട്യത്തിൻ്റെ ജനകീയതയുടെ രഹസ്യം എന്ന്? തേർഡ് റേറ്റ്. ജി വിളിച്ചോ ടീച്ചർ പറഞ്ഞത് കേട്ടില്ലേ? തേർഡ് റേറ്റ്. അതേപോലെ പറയണ്ട, ലേശം ഒന്ന് മാറ്റി പറഞ്ഞോ ജി. തേർഡ് റേറ്റും അല്ല, അതൊന്നും പറയുന്നത് ഇതൊന്നും അല്ല പ്രവർത്തനം. ഇതെല്ലാം കാണുമ്പോൾ ആകെ ഒരു പന്തികേട് നിങ്ങൾക്ക് തോന്നില്ലേ? അതൊക്കെ റിപ്പോർട്ടർമാരും അനുഭവിച്ചു. അപ്പോൾ റിപ്പോർട്ടർമാർ പറഞ്ഞു, ജിക്ക് പ്രോംപ്റ്റ് ചെയ്ത് ടീച്ചർ ഇങ്ങനെ പിന്നെ നിൽക്കുന്നത് എന്തിനാ? ടീച്ചർക്ക് നേരിട്ട് മൈക്കിന്റെ ക്യാമറയുടെ മുമ്പിൽ വന്ന് സംസാരിച്ചുകൂടെ എന്ന് ചോദിച്ചു. ടീച്ചർ സംസാരിക്കുന്നുണ്ടോ? അല്ല, പിന്നിൽ നിന്ന് പറയണ്ടല്ലോ എന്ന്. നേരിട്ട് തന്നെ ചീത്ത വിളിച്ചുകൂടെയെന്ന് ഭാര്യയ്ക്ക്. അല്ല, പിന്നിൽ നിന്ന് പറയേണ്ട ജിയുടെ ഭാര്യയ്ക്ക് മുന്നിൽ വന്ന് പറഞ്ഞുകൂടെയെന്ന്. അല്ല, പിന്നിൽ നിന്ന് പറയേണ്ട എന്റെ വീടാണത്. ഇമാതിരി കളിയൊന്നും ജിക്ക് ഇഷ്ടമല്ല. അധികം കളിച്ചാൽ ഇറക്കി വിടും ജി വീട്ടിൽ നിന്ന്. തനിക്ക് വേണേ പോവാം. അതാണ് ജിയോടെ കളി. മൂപ്പര് ജനം വിജയിപ്പിച്ച ജനകീയ ധാർഷ്ട്യത്തിന്റെ ആളാണ്. അവിടെ വന്ന ചാനലുകാരുടെ കളി. തനിക്ക് വേണേ പോവാം, നിങ്ങൾക്ക് പോവാം. ഇത് എന്റെ വീടാണ്. എന്റെ വീട്ടിൽ എന്റെ ഭാര്യ കൂടെ നിൽക്കത്തില്ലേ? കൂടെ നിൽക്കും. പക്ഷെ ചോദ്യം ചോദിക്കുമ്പോൾ തെറി വിളി കിട്ടുന്നില്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ ഇങ്ങനെ പിന്നിൽ നിൽക്കണ്ടല്ലോ, മുന്നിൽ നിന്ന് വിളിച്ചൂടെയെന്നാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ മുന്നിൽ നിന്ന് സംസാരിക്കാൻ പറഞ്ഞുള്ളൂ. അവരങ്ങനെ സംസാരിക്കാറില്ലല്ലോ മുന്നിൽ നിന്ന്. പക്ഷെ പിന്നിൽ നിന്ന് സംസാരിക്കുന്നുണ്ടല്ലോ. പിന്നിൽ നിന്ന് ഇഷ്ടമില്ലാത്ത ചോദ്യം ചോദിച്ചപ്പോൾ തേർഡ് റേറ്റ് എന്ന് വിളിക്കാൻ ജിക്ക് പറഞ്ഞു തന്നില്ലേ? അങ്ങനെ വിളിച്ചില്ലേ? തേർഡ് റേറ്റ് ആണ്. തേർഡ് റേറ്റ് അതിനേക്കാൾ താഴെയാണ് ഞാനാ പറഞ്ഞത്. ഓ ഭാഗ്യം, ജി അതേപോലെ വിളിച്ചില്ല, ലേശം മാറ്റി പറഞ്ഞു. അതുകൊണ്ട് ഇനിയുള്ള കാലം ജി സുധാകരനോട് ചോദ്യം ചോദിക്കാൻ വരുമ്പോൾ വരുന്ന റിപ്പോർട്ടർമാരോ ജേർണലിസ്റ്റുകളോ ചാനലുകാരോ പത്രക്കാരോ ആരായാലും, ഇനി അല്ല വോട്ടർമാരായാലും എല്ലാത്ത ആളുകളായാലും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. ജിയുടെ കയ്യിൽ ജനകീയ ധാർഷ്ട്യം സ്റ്റോക്കുണ്ട്, അതെടുത്ത് പ്രയോഗിക്കും. ജി സുധാകരൻ ജനകീയനായി വാഴട്ടെ. നന്ദി, നമസ്കാരം.